ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നാളെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമല്ലേ? അതിനോടനുബന്ധിച്ചിട്ടുള്ള 2 ക്രാഫ്റ്റ് വീഡിയോകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണേ. അത് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിനുള്ളൊരു പാത്രം വെച്ച് വരച്ചിട്ടാണ് വെട്ടിക്കൊടുത്തിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 3 ഷേപ്പിലും കൂടി ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഏകദേശം ഒരു മയിലിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഇല്ലേ? അപ്പം അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് നല്ല രീതിക്ക് പെയിൻറ്റ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ 2 പോർഷൻ കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ മക്കളുണ്ട്. അവർ ഇത് എടുക്കാനും കളർ എടുക്കാനും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിറകിൻ്റെ ബേക്കിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഇതുപോലെ ഈ മയിലിൻ്റെ ആ ഒരു ബോഡി പോർഷനിലേക്ക് ഞാനിത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇതൊന്ന് വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന എക്സ്റേയുടെ ഒക്കെ കവറാണ് കേട്ടോ. എക്സ്റേയുടെ കവർ ഞാൻ നേരത്തെ ഉള്ളതാണ്. ഞാനത് എടുത്ത് വെച്ചിരുന്നതാണ്, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ ഞാനൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല രീതിക്ക് ഓറഞ്ച് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഈ കാർഡ്ബോർഡ് ആയാലും ഈ എക്സ്റേയുടെ പേപ്പർ ആയാലും ഒക്കെ നമ്മൾ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ നമ്മളത് വലിച്ചെറിയുകയോ ഒക്കെ ചെയ്യുന്ന സാധനങ്ങളാണ്. എല്ലാം നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണ് കേട്ടോ ഇത്. അതിൽ നമുക്ക് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു തൂവലിൻ്റെ ആ ഒരു നല്ല അതുപോലെ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഗ്രീൻ കളർ കൂടി ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആ കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചെടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ഓറഞ്ച് ഷെയ്ഡ് വരുന്നതെല്ലാം നമുക്കൊന്ന് റൗണ്ടിന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ലെയർ നമ്മൾ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഭംഗി നല്ലതുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ. അടുങ്ങിയിരിക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു പീൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് പോലുള്ള ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളേ. ഇതുപോലെ നമുക്ക് ആ വൈറ്റ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? എല്ലാം 2 ലെയർ തന്നെ ഒട്ടിച്ച് കൊടുക്കണം. ആ ഗ്രീൻ പോർഷൻ കൂടി നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ അതിലേക്ക് ഇതുപോലെ കത്രിക വെച്ചിട്ട് നമ്മൾ കുഞ്ഞൊരു വെട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ആ മയിലിൻ്റെ പോർഷൻ കൂടി എടുത്ത് വെക്കുന്നുണ്ട്. 2 സ്റ്റോൺ കൂടി ആ കണ്ണിൻ്റെ പോർഷനിൽ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു? അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മുടെ തുണിക്കവറില്ലേ, അതാണ് ഞാൻ യൂസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കണം. ഇതേപോലെ നമ്മളൊന്ന് വെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫ്ലവർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല കുഞ്ഞായിട്ട് വെട്ടി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെ നമ്മളൊന്ന് വെട്ടി ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് കിട്ടും. ഇതുപോലെ ഞാൻ 2 കവറിൽ കൂടി ചെയ്തെടുത്തിട്ടുണ്ടേ. ഇല ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പച്ച തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടി ഞാൻ ഇതേ ഷേപ്പിൽ വെട്ടിയെടുക്കുന്നുണ്ടേ. അപ്പം നല്ല ഇല കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലൊരു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ കുപ്പിയാണേ, വേസ്റ്റ് ബോട്ടിലാണ് കേട്ടോ. അതിലേക്ക് ഇതുപോലെ ആ ഫ്ലവറും ഇലയും കൂടി നമുക്കിതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. കണ്ടില്ലേ? ഇപ്പം തന്നെ ആ ഒരു ഐഡിയ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഓറഞ്ച് കളർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ രണ്ടാമത്തെ ആ ഒരു പോർഷനിൽ വൈറ്റ് കളറിലെ ഫ്ലവർ കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ ആ ഗ്രീൻ കളറിൽ നമ്മുടെ ഇല തുണി കൊണ്ടുണ്ടാക്കിയ ഇലയില്ല, അതും കൂടി നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വെള്ള പേപ്പർ ഇതുപോലെ വട്ടത്തിൽ വെട്ടിയെടുത്ത് ഇങ്ങനെ കൂടി വരച്ചൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്ത 2 വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.